നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. An inspiring journey into the future. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുവട്ടൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ വർണ്ണകൂടാരം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പാക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. കുട്ടികളുടെ കലാപ്രകടനത്തിനുള്ള ആവിഷ്കാര ഇടം, ഭാഷയും ഗണിതവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഭാഷാ ഇടം, ഗണിത ഇടം, വരയിലുള്ള കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വരയിടം, കരകൗശല ഇടം, ശാസ്ത്ര ഇടം എന്നിങ്ങനെ വിവിധ പഞ്ചേന്ദ്രിയാനുഭവങ്ങൾക്കുള്ള 13 ഇടങ്ങളാണ് ക്ലാസ് റൂമിനകത്തും പുറത്തുമായി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. മികവാർന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഈ സർക്കാർ വിദ്യാലയം പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരും. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ചിരുന്ന ജൈവവൈവിധ്യ പാർക്കിൽ ദേശീയ പക്ഷി മയിൽ ശില്പം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് വർണ്ണക്കൂടാരം പദ്ധതി 440 സ്കൂളുകളിലായി 44 കോടി രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി സംസ്ഥാനത്തെമ്പാടും നടപ്പിലാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മാറ്റങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത്. അനവധി വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ നിരവധി അംഗൻവാടികളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ആ അംഗൻവാടികൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സ്മാർട്ട് അംഗൻവാടികളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 212 അംഗൻവാടികളാണ് ഇത്തരത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി നിരവധി ഫണ്ടുകൾ ചെലവഴിക്കപ്പെടുന്നു. മുൻ ഹെഡ് മാസ്റ്റർ KH സൈനുദ്ദീൻ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചടങ്ങിൽ സംസാരിച്ചു. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക നിത്യ R നായർ, ക്ലസ്റ്റർ കോർഡിനേറ്റർ ആസിയ സാദത്ത്, അജിത, SMC ചെയർപേഴ്സൺ അഞ്ജു വിപിൻ, ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് CN സനിൽകുമാർ, മുൻ SMC ചെയർമാൻ റഷീദ് കവലക്കൽ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ പരീത് കോട്ടയിൽ, ചെറുവട്ടൂർ നാരായണൻ, സലിം അമ്പാടത്ത്, നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ ഷിഹാബ്, പൂർവ്വ വിദ്യാർത്ഥിയും ദേശീയ അവാർഡ് ജേതാവും ശില്പിയുമായ രവീന്ദ്രൻ ചങ്ങനാട്ട്, PTA വൈസ് പ്രസിഡന്റ് ബഷീർ TS, മാതൃസംഘം ചെയർപേഴ്സൺ അജിത സന്തോഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.